ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 20, 21, 22. ശ്ലോകം 20. ആസുരീം യോനിം ആപന്ന മൂഢാ ജന്മനി മാം അപ്രാപ്യ ഏവ കൗന്ദേയ തദാ യാന്തി അധമാം ഗതിം. ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യാധമം ഗതിം. ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യാധമാം ഗതിം. ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യാധമം ഗതിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആസുര്യം യോനിമാപന്ന മൂഢാജന്മ കൗന്ദേയ തതോ യാന്തി അധാം ഗതി. പദവിച്ഛേദം. കൗന്ദേയ, ഹേ കൗന്ദേയ. ആസുരിയായ, യോനിയെ ആപന്ന പ്രാപിച്ചവരായിട്ട്, ജന്മനി ജന്മം തോറും, മൂഢാത്മാക്കൾ മോഹഭ്രാന്തരായി, മാം എന്നെ, അപ്രാപ്യ ഏവ പ്രാപിക്കാതെ തന്നെ, തഥാഹ അതിൽ നിന്ന്, അധാം ഗതി അധമമായ ഗതിയെ, യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം. കുന്തിപുത്ര, ആസുരജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികമധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. ഭഗവാൻ കരുണാമൂർത്തി തന്നെ എങ്കിലും ആസുരപ്രകൃതിക്കാരിൽ ഒരിക്കലും കനികയില്ലെന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ അധികമധികം അധപതിച്ച് അവസാനം പൂച്ച, നായ, പന്നി എന്നിവയുടെ ശരീരം കൈക്കൊള്ളുന്നു. വരുംകാല ജന്മങ്ങളിലൊന്നിലും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭ്യമാകാൻ ഇടയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരക്കാർ നായ, പന്നി എന്നീ വർഗങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നുവെന്ന് വേദങ്ങളും പറയുന്നുണ്ട്. ഈ അസുര വർഗത്തോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവദയാലുവെന്ന് കരുതാമെന്ന് വാദം ഇവിടെ സംഗതമത്രേ. വേദാന്ത സൂത്രത്തിൽ അതിനുത്തരം കാണാം. ഭഗവാൻ ആരോടും വിദ്വേഷമില്ല. അസുരഗണങ്ങളെ ജീവിതത്തിന്റെ അധോതലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭഗവാന്റെ കനിവിന് ഉദാഹരണം മാത്രമാണ്. അദ്ദേഹം ആസുര സ്വഭാവികളെ നിഗ്രഹിക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ. ഭഗവാനാൽ കൊല്ലപ്പെട്ടവൻ മുക്തി നേടുമെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവണൻ, കംസൻ, ഹിരണ്യകശിപു എന്നിവരെ കൊല്ലുന്നതിനായി ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായി ഉദാഹരണങ്ങളുമുണ്ട്. തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ ആസുര സ്വഭാവികളോട് അദ്ദേഹം കനിവ് കാണിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 21. ത്രിവിധം
ത്രിവിധം നരകസ്യ നരകസ്യ ഇദം ഇദം ദ്വാരം ദ്വാരം നാശനം നാശനം ആത്മനഃ ആത്മനഃ കാമ കാമ ക്രോധ ക്രോധ തഥാ തഥാ ലോഭ ലോഭ തസ്മാത് തസ്മാത് ഏതത്രയം ഏതത്രയം തജേത് ത്യജേത് ത്രിവിധം നരകസ്യേദം ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന ആത്മനാത്മന തഥാ ലോഭ തസ്മാദേതത്രയം തജേത് ത്രിവിധം നരകസ്യേദം ത്രിവിധം ദ്വാരം നാശനമാത്മനഃ കാമക്രോധ തഥാ ലോഭ തസ്മാദേതത്രയം തജേത് ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനം ആത്മനഃ കാമക്രോധ തഥാ ലോഭ തസ്മാത് ഏതത്രയം തജേത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭാത് തസ്മാത് ഏതത്രയം ത്യജേത് കാമഃ കാമം ക്രോധഃ ക്രോധം തഥാ അപ്രകാരം ലോഭ ലോഭം ഇദം ത്രിവിധം ഈ മൂന്ന് വിധമായ നരകസ്യ ദ്വാരം ദോഷം വാതി ആത്മനഃ ആത്മാവിന് നാശനം നാശകമാകുന്നു തസ്മാ അതുകൊണ്ട് ഏതത്രയം ഈ മൂന്നും ത്യജിക്കണം ഇവർക്ക് നരകത്തിന് കാറ് മൂന്നുണ്ട് കാമം ക്രോധം ലോഭം ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം കാരണം അവ ആത്മാവിന്റെ അധപതനത്തിലേക്ക് വഴിതെളിക്കും സ്വാമി ശ്രീ അസുര ജീവിതത്തിന്റെ ആരംഭം എങ്ങനെയെന്ന് ഇവരെ ചിന്തിക്കുന്നു കാമത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു കഴിയാതെ വരുമ്പോൾ ക്രോധവും ലോഭവും വർദ്ധിക്കും ആസുരമായ നിലയിലേക്ക് വഴുതി വീഴാൻ ഇഷ്ടപ്പെടാത്ത ബുദ്ധിമാനായ ഒരാൾ ഈ മൂന്ന് വൈദികളിൽ നിന്നും നിൽക്കണം ഈ ഭൗതിക ശൃംഖലയിൽ നിന്ന് മോചനം നേടാനാകാത്ത വിധം ആത്മാവിന് ദോഷം ചെയ്യും ഇവ മൂടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 22. ഏധേർ വിമുക്ത കൗന്ദേയ തമ വാരു ത്രിഭിർനര ആചരത ആത്മന ശ്രേയ തഥാ യാതി പരാം ഗതിം. ഏതേർവിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രീഭിർനര ആചരത്യാത്മനാ ശ്രേയാസ് തഥോ യാതി പരാം ഗതിം. ഏതേർവിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രീഭിർനര ആചാര്യതാത്മനാ ശ്രേയ
ततो याति परां गतिम् वेदैर्विमुक्त कौन्तेय तमोद्वारे स्त्रिभिर्नरा आचार्यतात्मना श्रेया ततो याति परां गतिम् हरे कृष्ण गीता रामचंद्रन। हरे कृष्ण। एदैर्विमुक्त कौन्तेय तमोद्वारे स्त्रिभिर्नर आचार्यत्यात्मना श्रेय ततो याति परां गति। കൗന്ദേയ, ഹേ കുന്തിപുത്ര, ഏതേ ത്രിഭി സ്മോദ്വാരേ, ഈ 3 തമോദ്വാരങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് നരൻ ആത്മനഃ ആത്മാവിന്റെ ശ്രേയസ്സിനായി ഉള്ളത് ആചരതി അനുഷ്ഠിക്കുന്നു. തഥാ അനന്തരം പരാംഗതി പരമമായ ഗതിയെ യാതി പ്രാപിക്കുന്നു. വിവർത്തനം. കുന്തിപുത്ര, ഈ 3 നരകദ്വാരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപദത്തിലെത്തും. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കി ജയ്. മനുഷ്യൻ കാമം, ക്രോധം, ലോഭം എന്നീ 3 ശത്രുക്കളെ പറ്റി കരുതലോടെ ഇരിക്കണം. ഒരാൾ കാമക്രോധ ലോഭങ്ങളിൽ നിന്ന് എത്ര ഒഴിഞ്ഞു നിൽക്കുന്നുവോ അത്രത്തോളം അയാളുടെ ജീവിതം പരിശുദ്ധമായി തീരും. പിന്നെ വൈദിക സാഹിത്യങ്ങളിൽ പറയുന്ന നിയമനിബന്ധനകളെ അയാൾക്ക് അനുസരിക്കാൻ കഴിയും. മനുഷ്യ ജീവിത നിയന്ത്രണത്തിനുള്ള ഈ പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ക്രമേണ ആധ്യാത്മികോന്നതിയിലേക്ക് ഉയരാം. ഇങ്ങനെ കൃഷ്ണാവബോധം വരെ എത്താൻ ഭാഗ്യമുണ്ടായവന് വിജയം സുനിശ്ചിതം തന്നെ. മനുഷ്യനെ വിശുദ്ധിയുടെ തലത്തിലേക്ക് എത്തിക്കാനാണ് വൈദിക സാഹിത്യങ്ങൾ കർമ്മത്തിന്റെയും തത്പ്രതികരണത്തിന്റെയും വഴി നിർദ്ദേശിച്ചിട്ടുള്ളത്. കാമക്രോധ ലോഭങ്ങളെ ഉപേക്ഷിക്കലത്രേ ഈ പദ്ധതിയുടെ മുഖ്യാടിസ്ഥാനം. ഈ പ്രക്രിയയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരാം. ഭക്തിയുത സേവനം കൊണ്ട് പൂർണ്ണതയാർന്നതാണ് ആത്മസാക്ഷാത്കാരം. ആ ഭക്തിയുത സേവനം ബദ്ധനായ ജീവന്റെ മോചനം ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ടാണ് വൈദിക മതപ്രകാരം ജീവിതത്തിലെ 4 ആശ്രമചര്യകളും ചാതുർവർണ്ണ്യ വ്യവസ്ഥയും നിലവിൽ വന്നത്. സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് അനുയോജ്യങ്ങളായി വ്യത്യസ്ത നിബന്ധനകളുണ്ട്. അവയനുസരിച്ച് ജീവിക്കുന്നവർ സ്വാഭാവികമായി ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ ഉത്കൃഷ്ട തലത്തിലേക്ക് ഉയർത്തപ്പെടും. അവർ മുക്തരാവുമെന്നതിന് സംശയമില്ല. ഹരേ കൃഷ്ണ. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति सपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरोन् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितांश्च। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति सिद्धान्त सरस्वती इति नामिने। श्रीवार्षभानवी देवी दैताय कृपाब्धये कृष्ण संबंध विज्ञान धायिने प्रभुवे नमः। माधुर्योजल प्रेमाढ्य श्रीरूपानुग भक्तिदा श्री गौर करुणा शक्ति विग्रहाय नमोस्तुते। नमस्ते गौरवाणी श्रीमूर्तये दीनतारिणे रूपानुग विरुद्धाभा सिद्धान्त द्वन्द्वहारिणे। नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बर सांभोधे पादाम्बुजायते नमः। नमो भक्ति विनोदाय सच्चिदानंद नामिने गौरशक्ति स्वरूपाय रूपानुगवराय ते गौराविर्भाव भूमेस्तं निर्देष्ट सज्जन प्रिया वैष्णव सार्वभौमा श्री जगन्नाथाय ते नमः। श्री रूप सनातन भट्ट रघुनाथ श्री जीव गोपाल भट्टादास रघुनाथ एच गोसाइर कोरी परन चरणनंदन जहाँ होय दे विघ्न नाशा अभीष्ट पूरन पांजाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः।
नमो महवदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरतिशे नमः पंचतत्वात्मकं कृष्णं भक्तिरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्ता राधा कान्त नमोस्तुते जयतां सुहृदो पङ्गोर्मं मन्दमदेर्गति मत्सर्वसपदां भोजो राधा मदन मोहनो दिव्यावृन्दारण्यकल्पद्रुमद श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा शीलगोविन्ददेवो श्रेष्ठालिभिः सेव्यमानो स्मरामि श्रीमान् रासरसारम्भि वंशीवडत्तरस्य काशन्वेणुसनेर्गोभिर्गोपिनाथ श्रीयस्तुना सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी क्षमानसुदे देवी प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സമസ്ത വൈഷ്ണവൃന്ദയ്ക്ക് പാദാരവിന്ദങ്ങൾ എൻ്റെ ദണ്ഡവത് നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ബദ്ധാത്മാവെന്ന പരിഗണയിൽ സാദരം ക്ഷമിക്കുമെന്ന് അപേക്ഷിക്കുന്നു. ഈ ഗീതാ ക്ലാസ്സിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ളതെല്ലാം എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരു സത്യവ്രത പ്രഭുവിന്റെയും ഈ സംഘടനയുടെ സ്ഥാപനം ദീക്ഷാഗുരുവുമായ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീലാ പ്രഭുപാദരുടെയും ഭഗവാന്റെയും കാരുണ്യം മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റേതായ യാതൊരു കഴിവുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതിം. പുണ്യപുത്ര, ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ചിത്രക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തൂയില്ല. ക്രമേണ അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഇപ്പോ നമ്മുടെ 18 ശ്ലോകത്തിൽ പറഞ്ഞു, അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത. അത് അഹങ്കാരവും ബലവും ഗർവവും കാമം ക്രോധം ഇവയാല് സംഭ്രാന്തരായി അവര് തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെയും മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന പരമമായ ദിവ്യാത്മ പുരുഷനോട് ഈർഷ്യാലുവായിട്ട് ധർമ്മത്തെ പഴിക്കുകയാണ്. അപ്പൊ അവർക്ക് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെയും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളിലിരിക്കുന്ന ചൈതന്യത്തെയും കാണാൻ പറ്റാണ്ട് ഈ അഹങ്കാരത്തിനും ബലത്തിനും ദർപ്പത്തിനും ക്രോധത്തിനും കാമത്തിനും ഒക്കെ വശമതരായിട്ട് അവര് ഈർഷ്യാലുക്കളായിട്ട് അവര് കാമക്രോധങ്ങളിൽ പെട്ട് അങ്ങനെ ധർമ്മത്തെയൊക്കെ പഴിച്ച് ജീവിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ പറഞ്ഞു നിശ്ചയമായിട്ടും അവര് അസുര യോനികളിൽ തന്നെ വീണ്ടും അവർക്ക് ജനിക്കേണ്ടതായിട്ട് വരും. അത് 19 ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെ അവർക്ക് എത്ര ഉയരാൻ സാധിക്കാണ്ട് താഴ്ന്ന തലത്തിലേക്ക് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ 20 ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എൻ്റെ അടുത്തെത്തില്ല. എത്ര മാത്രം അവര് ഈ അസുര യോനികൾ പിറന്ന് വീണ്ടും ജന്മമരണങ്ങളിൽപ്പെട്ട് താഴ്ന്ന തലങ്ങളിലേക്ക് പോകല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് ഉയർന്നു വരാൻ സാധിക്കില്ല. ആ അധികമായ നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ന്നേ പോയിക്കൊണ്ടിരിക്കും. അതും അപ്പോ ഭഗവാന്റെ ഭഗവാൻ എല്ലാവർക്കും അറിയാം, ഭഗവാൻ കരുണാമൂർത്തിയാണ്. എങ്കിലും അസുരപ്രവൃത്തക്കാരിൽ ഒരിക്കലും കനിയില്ലെന്നാണ് ഈ ശ്ലോകം ഇവിടെ വ്യക്തമാകുന്നത്. ആസുരിക ഭാവമുള്ളവരുടെ ഭഗവാന് കാരുണ്യമില്ല എന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാകുകയാണ്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ അധികം അധപ്പതിച്ച് പട്ടി പൂച്ച പന്നി എന്നുള്ള ആ തലങ്ങളിലേക്ക് താഴെപ്പെടുന്നു. എന്നാൽ അങ്ങനെ പോകുന്ന നമ്മൾ വിചാരിക്കും ഭഗവാൻ എന്താപ്പോ എല്ലാവരോടും സർവ്വദയാലുവാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഭഗവാൻ അങ്ങനെ ആസുരികളായ ആൾക്കാരോട് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? എല്ലാവരും സമഭാവനയോട് കാണേണ്ടതല്ലേ ഭഗവാൻ? പിന്നെ എന്താ ഈ അസുരന്മാരോട് ഇങ്ങനെ ഭാവം കാണിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെ ഭഗവാന് എല്ലാവരും ദയ തന്നെയാണ്. എന്നിരുന്നാലും ഒരു അമ്മയ്ക്ക് കുറച്ച് മക്കളുണ്ട്. ആ മക്കളുണ്ട് 3-4 മക്കളുണ്ട്. ആ മക്കളിലെ എല്ലാ മക്കളോടും അമ്മയ്ക്ക് തുല്യ സ്നേഹമായിരിക്കും. ഒരു മകനോട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ കൂട്ടത്തില് ഒരു കുട്ടിയോടും അമ്മയ്ക്ക് വേറുകൂടില്ല. പക്ഷേ അമ്മയോട് കൂടുതൽ
കൂടുതൽ സ്നേഹം കാണിക്കാനും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ യഥാവിധി നടത്തി കൊടുക്കുന്ന ഒരു പുത്രൻ അല്ലെങ്കിൽ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ആരാണെങ്കിലും അവർ എത്രമാത്രം അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണോ, അമ്മയെ ഏതുമെല്ലാം രീതിയിൽ അവര് സ്നേഹിക്കുന്നുവോ അതനുസരിച്ച് തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് ആ മകനോട് അല്ലെങ്കിൽ ആ കുട്ടിയോട് ഒരു അടുപ്പുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് മറ്റുള്ള കുട്ടികളോട് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് ഏതൊരു അമ്മയ്ക്കും മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. എല്ലാ മക്കളോടും അമ്മയ്ക്ക് ഒരുപോലെ സ്നേഹമാണെങ്കിലും തന്നോട് കൂടുതൽ ഒരു അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ തന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആ ഒരു മകനോട് അല്ലെങ്കിൽ ആ കുട്ടിയോട് ആ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഒരു അടുപ്പുണ്ടാവും. അത് മറ്റുള്ളവരുള്ള ബന്ധത്തിന് കുറവോ അവരോടുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഭഗവാനോടുള്ള കൂടുതൽ ഭഗവാനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുന്ന ആ ഭക്തന്മാരോട് ഭഗവാന് ഒരു കാരുണ്യം കൂടുതൽ ഉണ്ടെങ്കിലും തന്റെ മറ്റുള്ള ജീവജാലങ്ങളോട്, താൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ജീവജാലങ്ങളോട് ഒരു വേർകൂറും ഭഗവാനില്ല. പക്ഷേ ആസുര സ്വഭാവികളോട് ഉണ്ടെന്ന് പറയുന്നത് അവരുടെ ആ കർമ്മം അവർ അനുഭവിച്ച് തീർത്ത് അവരുടെ ആ അസുര സ്വഭാവത്തെ മാറ്റി അവരുടെ ഉള്ളിലുള്ള ആ കർമ്മത്തിന്റെ അല്ലെങ്കിൽ ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ക്രോധം, ദയ അല്ലെങ്കിൽ ക്രോധം, കാമം, ലോഭം എന്നുള്ള ആ വികാരങ്ങളാൽ അവരുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വീണ്ടും 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 അവർക്ക് ജന്മൃതികളിൽ വരുന്നത്. ഭഗവാനെ മറന്നുള്ള ജീവിതമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും ആ അസുര യോനികൾ തന്നെ ജനിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു ഒരു ജീവൻ ഏത് ശരീരത്തിൽ ഉൾപ്പോകുന്നു എന്നത് ഭഗവത് ഇച്ഛയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കുകയാണ് അവർക്ക് കിട്ടുന്ന ശരീരം ആ ഇച്ഛയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ പല പല യോനികളിൽ കൂടി ഇങ്ങനെ മാറി മാറി താഴ്ന്ന തലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഈ അങ്ങനെ പല കഥകളിലും നമുക്കറിയാം, പല കംസന്റെ കഥയാണെങ്കിലും ഹിരണ്യകശിപുവിന്റെ കാര്യത്തിലാണെങ്കിലും രാവണന്റെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിച്ചിരുന്നത്. അവര് വളരെ ആസുര സ്വഭാവമുള്ളവരായിരുന്നു. അവർക്ക് പക്ഷെ മോക്ഷം കിട്ടി. ഭഗവാന്റെ കയ്യാൽ മരണപ്പെട്ടതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടുകയാണ് ചെയ്തത്. അത് ഭഗവാന്റെ ഒരു ദയയാണ്. ഭഗവാൻ ആസുര സ്വഭാവികൾക്ക് തന്റെ കാരുണ്യം കൊണ്ട് ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള യോനികളിൽ ജനിക്കാൻ അവസരം കൊടുക്കുന്നതും ഭഗവാന്റെ കാരുണ്യമാണ്, അല്ലെ? ഒരു ശരീരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. ഒരു തന്റെ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഒരു ശരീരം കൂടിയേ ഒരാൾക്ക് കഴിയൂ. ഏതെങ്കിലും ഒരു ശരീരത്തിൽ കിട്ടി ആ കർമ്മഫലങ്ങളെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ശരീരമില്ലാത്ത എത്രയോ ജീവാത്മാക്കൾ നമ്മുടെ ഇതിങ്ങനെ ഭൗതിക തലത്തിൽ ഇങ്ങനെ ഈ പ്രകൃതിയിലും അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ എവിടെയോ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ശരീരം കിട്ടാൻ വേണ്ടി ഇച്ഛിച്ച് നടക്കുന്ന ഒരുപാട് ജീവാത്മാക്കള് നമ്മുടെ ഇതിലുണ്ട്. പക്ഷെ ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നീചമായ ഒരു തലത്തിലാണെങ്കിൽ തന്നെ ഒരു പന്നിയാണോ പൂച്ചയാണോ അല്ലെങ്കിൽ പട്ടിയായിട്ടാണെങ്കിലും ഒരു ജീവന് ആ ശരീരത്തിൽ സാധിക്കുന്നത് തന്നെ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഒരു ശരീരം കിട്ടിയാലേ തന്റെ കർമ്മഫലങ്ങളെ അനുഭവിക്കാനും ആ ശരീരത്തിൽ കൂടിയേ സാധിക്കും. ഒരു ശരീരമില്ലാണ്ട് നമുക്ക് കർമ്മങ്ങളെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശരീരം കൊടുക്കുന്നതിന് അതും ഭഗവാന്റെ കാരുണ്യമായിട്ട് കരുതണം. നീചതലങ്ങളിൽ നിന്ന് ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിനുള്ള പ്രയത്നം ചെയ്യാൻ ഒരു ശരീരം ആവശ്യമാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം കിട്ടി, നമുക്ക് ഇതിന് ഉയർന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഭഗവാനെ സേവിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാൻ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നത്. അത് മനസ്സിലാക്കി നമുക്ക് സേവിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന തലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നീചതലത്തിലിരിക്കുന്ന ജീവാത്മാക്കൾക്കും ഉയർന്നു വരണമെങ്കിൽ അവർക്കും അവരുടേതായ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കണം. അതിനും ശരീരം ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ശരീരം കൊടുത്ത് നീചതലത്തിലാണെങ്കിൽ ആണെങ്കിലും ഭഗവാൻ ആ ശരീരം കൊടുത്ത് ആ അസുര സ്വഭാവികളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കാണ് വേണ്ടത്. തന്റെ കാമക്രോധ ലോപമായ അഹങ്കാരം, ദർപ്പം എന്നീ ഗുണങ്ങളാൽ അന്യരോടും പരമദിവ്യോത്തര പുരുഷനോടും ഉള്ള ഈ ഈർഷ ധർമ്മത്തെ മറന്ന് ജീവിക്കുന്നു. അപ്പൊ ഈ കാമക്രോധങ്ങളായതുകൊണ്ട് അവര് ധർമ്മമൊക്കെ മറന്നു. എന്താണ് ഈ ഭൗതിക ലോകത്ത് കിട്ടുന്ന സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ആ കാമം തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ സമ്പാദിക്കുന്നു. ആ സമ്പാദ്യം ഉപയോഗിച്ച് അവര് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെയോ അല്ലെങ്കിൽ തന്റെ അസ്തിത്വത്തെയോ മനസ്സിലാക്കാതെ ഭൗതികതയിൽ സുഖിച്ച് രമിച്ചു വാഴണം. അപ്പൊ ധർമ്മം ഒന്നും അവർക്കില്ല. ധർമ്മം എന്താ അധർമ്മം എന്താന്ന് അറിയില്ല. നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ മനസ്സിലായി, 7ാം ശ്ലോകത്തിലാണ്ട് ധർമ്മം എന്തെന്ന് അറിയില്ല, അധർമ്മം എന്തെന്നറിയില്ല. ആ തലത്തിലാണ് അവർ ജീവിക്കുന്നത്. അതിന്റെ വേർതിരിച്ചറിയാനുള്ള ബോധം അവർക്കില്ല.
അപ്പൊ അങ്ങനെ ധർമ്മത്തെ മറന്ന് ജീവിക്കും ഇവർ. ആശ്രയോനിൽ വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് അവർക്ക് ആശ്രയോനിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടത്. ഭഗവാൻ അങ്ങനെയാണ് അവരെ ജനിപ്പിക്കുന്നത്. അനേകം ജന്മങ്ങൾ ജനിച്ചാലും ഇവർക്ക് എന്റെ അടുത്തെത്താൻ, ഇപ്പൊ എത്ര അങ്ങനെ ജനിച്ചാലും ആ പ്യൂരിഫിക്കേഷൻ വന്നില്ലെങ്കിൽ, അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കില്ല, എന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രമേണ അധികം പിന്നെയും വീണ്ടും 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 നീചമായ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ ഈ അതിന് കാരണം എന്താണ്? ഈ കാമം, ക്രോധം, ലോഭം. അപ്പോ ഈ ത്രിവിധം നരകസ്യേദം ദ്വാരം നാശമാത്മന. അപ്പോ ഈ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മള് എന്താ പറയാ, പൂതനയുടെ കാര്യം പറയണം. ഭഗവാൻ ചെറിയ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് പൂതനയെ വധിക്കുന്നുണ്ട്, അതുപോലെ ഷഡകാസുരനെ വധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂതനയ്ക്ക് തന്നെ മോക്ഷം കൊടുക്കുന്നത് സ്തനപാനം ചെയ്തപ്പോ സ്തനപാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൂതനെ കൊല്ലണത്. ആ പൂതനയുടെ ജഡം സംസ്കരിക്കുമ്പോൾ ജഡത്തിൽ നിന്ന് വന്നത് ചന്ദനത്തിന്റെയും അഖിലിന്റെയും സുഗന്ധമായിരുന്നു. ഭഗവാൻ സ്തനപാനം ചെയ്തപ്പോ ആ പൂതനയുടെ ശരീരം അത്രയും ശുദ്ധമായി. അപ്പോ ഭഗവാന്റെ സമ്പർക്കം വന്നുകൊണ്ടിപ്പോ ആ അസുരവർഗിയായ ആ പൂതനയ്ക്ക് പോലും മോക്ഷം കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. അപ്പോ അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ, അപ്പൊ ഭഗവാന്റെ കയ്യിൽ നിന്ന് മൃത്യു സംഭവിച്ചാൽ ആ മോക്ഷം കിട്ടും. അപ്പോ ഈ അസുരി സ്വഭാവങ്ങൾക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് മൃത്യു സംഭവിച്ചാലും ഭാഗ്യം തന്നെയാണ് എന്ന് വേണം കരുതാൻ. ഈ 3 വിധം നരകം അപ്പോ ഈ 3 കാമം, ക്രോധം, ലോഭം എന്നുള്ള ഈ പ്രശ്നം കൊണ്ട് ഇത് മനസ്സിൽ വളർത്തിക്കൊണ്ട് വരുന്ന ഈ ആസുരികൾക്ക് അതൊരു നരകത്തിന്റെ വാതിലാണെന്ന് പറയും. നരകത്തിലേക്ക് കടക്കാനുള്ള ഒരു വാതിലാണ് ഇവർക്ക്, ഈ ആസുര സ്വഭാവികൾക്ക്. ആർക്കായാലും അത് അങ്ങനെയുള്ള മനോചിന്തയുള്ള ആൾക്കാർക്ക് അത് നരകത്തിലേക്ക് കടക്കാനുള്ള ഒരു വാതിലായിട്ടാണ് കാണുന്നത്. അത് ഉപേക്ഷിക്കാതെ അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ ആത്മാവിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും. ആത്മാവിന് നാശം, അല്ലെങ്കിൽ ആത്മാവിനെ കീഴ്പ്പെട്ട് അതിനെ ഉയർന്നു പോകാൻ പറ്റാതെ, ആ ഭഗവാൻ സന്നിധിയിലേക്ക് എത്താൻ സാധിക്കാതെ താഴ്ന്ന തലത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഈ കാമ, ക്രോധ, ലോഭം വെച്ച് പുലർത്തുന്ന ഓരോ ആസുരികൾക്കും, ഓരോ ജീവനും അത് നമ്മളെ താഴ്ന്ന തലത്തിലേക്ക് ഇറക്കി കൊണ്ടുപോകാനാണ് ഉതകുള്ളൂ. അസുര ജീവിതത്തിന്റെ ആരംഭം എങ്ങനെയാണെന്ന് ഇവിടെ വിരിക്കുന്നത്. അപ്പൊ ആസുരിക ജീവിതത്തിന് എന്താണ്? കാമത്തെ തൃപ്തിപ്പെടാൻ ശ്രമിക്കുകയാണ്. അവർക്ക് എന്താണ് വെച്ചാൽ തന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സമ്പാദിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആഗ്രഹങ്ങൾ വരും. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി കൂടുതൽ പ്രയത്നങ്ങൾ ചെയ്യും. ആ പ്രയത്നങ്ങൾ ചെയ്യുന്നതിന്റെ അത്ര തനിക്ക് സാഫല്യം വന്നില്ലെങ്കിൽ, കിട്ടിയില്ല എങ്കിൽ അതിൽ നിന്ന് ക്രോധം ഉണ്ടാവുക, കൂടുതൽ ദേഷ്യം വരും. അപ്പോൾ കാമം, ക്രോധം ആയില്ലേ. അപ്പൊ 2 ഗുണങ്ങളും എന്തിൽ പെട്ടതാണ്? രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പെട്ടതാണ്. അപ്പോൾ സത്യഗുണത്തിലേക്ക് എത്തിപ്പെടാൻ അതിന് സാധിക്കില്ല. ഇതേ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാണ്. ഭൗതിക ലോകത്തിൽ പിടിച്ചു നിൽക്കാനും തന്റെ ശ്രേയസ്സും യശസ്സും പ്രവൃത്തിയും എല്ലാവരിലേക്കും എത്തിക്കാനും, ഞാനാണ് ഇതിന്റെ എല്ലാത്തിനും കേമൻ എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തുന്ന ഈ ആസുര സ്വഭാവികൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. അവർ വീണ്ടും കൂടുതൽ ആഴങ്ങളിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ആത്മാവിന്റെ അധപ്പതനത്തിന് കാരണമാകും. മനുഷ്യർ പാപങ്ങൾ ചെയ്യുന്നത് ഗുണങ്ങളുടെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ എന്താ ഈ പാപങ്ങൾ ചെയ്യുന്നത്? തന്റെ ശരീരത്തിലുള്ള തനിക്ക് വന്നുപെട്ടിരിക്കുന്ന, ഭൗതിക ലോകത്തിൽ പിറന്നു വന്നപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ. അത് മനുഷ്യർ ചെയ്യുന്ന, അപ്പൊ പാപം ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഏത് കർമ്മങ്ങളാണോ, ഏത് ഗുണമാണോ തനിക്ക് വന്നുപെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഭഗവാൻ പറയുന്നത് കാമത്തിൽ നിന്നാണ്. അപ്പോൾ അത് പറയുന്നത് കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാകുന്നത് എന്ന്. അത് നമുക്കറിയാലോ. നമ്മൾ ഭൗതിക ജീവിതത്തിൽ, നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വിചാരിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെറിയ ദേഷ്യങ്ങളൊക്കെ വരും. അതിനായിട്ട് തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത് കൂടുതലായിട്ട് അനുഭവപ്പെടും. തനിക്ക് കിട്ടേണ്ട കാര്യം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ ക്രോധം കൂടുതലായി വരും. അപ്പൊ അവരെന്താ? രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിലേക്ക് പൂക്കുവതും. രജോ ഗുണത്തിൽ നിന്നുണ്ടായ കാമം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ക്രോധമായി തീർന്നു. ഈ ക്രോധം സർവനാശത്തിന് കാരണമാകും. അപ്പോ രജോ ഗുണത്തിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോ അത് കിട്ടാണ്ടേ ആവുമ്പോൾ എന്താ? ക്രോധമായി വന്നു. അങ്ങനെ ആ ക്രോധം വന്നിരുമ്പോൾ സർവനാശത്തിന് കാരണത്തിലാവും. അതാണ് ഇപ്പൊ നമ്മൾ യുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. തന്റെ ഒരു രാജ്യത്തിലിരുന്നും മറ്റു രാജ്യക്കാരുമായുള്ള സ്പർദ്ധ വെച്ച് പുലർത്തി അവരോടുള്ള അവരോടുള്ള ദേഷ്യവും ഇതൊക്കെ പകപോക്കാൻ വേണ്ടിയിട്ടാണ് അണുവായുധങ്ങളൊക്കെ കണ്ടുപിടിച്ച് സർവനാശകാരകനായിട്ട് വരുന്നത്. അപ്പൊ ഈ കാമത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. ഒരു ജീവസത്ത രജോ ഗുണമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി തന്റെ ഉള്ളിലുള്ള ശാശ്വതമായ കൃഷ്ണപ്രേമം കാമമായി പരിണമിക്കും. തന്റെ ഉള്ളിൽ എന്താണ്? ശാശ്വതമായ നമ്മുടെ കൃഷ്ണപ്രേമം ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഭഗവാനോട് ഏകീഭവിക്കാനുള്ള ഒരു പ്രവണത എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിൽ. അത് എങ്ങനെയാണോ പുകയുള്ളടത്ത് തീയുള്ളടത്ത് പുകയുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തില് ആ പുകയാൽ മറയപ്പെട്ട് കിടക്കുകയാണ്. ആ പുകയാണ് ഭൗതികമായ വിഷയങ്ങൾ.
ആ ഭൗതിക വിഷയങ്ങൾ കൊണ്ട് നമ്മൾ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ അല്ലെങ്കിൽ ആ ഭഗവാനെ മനസ്സിലാക്കാതെ അതിനുള്ളിൽ വളർത്തിക്കൊണ്ടിരുന്ന കാമം ആഗ്രഹങ്ങളെ വളർത്തി വലുതാക്കി നമ്മൾ അതിൽ ആ ബന്ധനത്തിൽ പെട്ടുപോകുന്നു. പൂർത്തീകരിക്കാത്ത കാമം ആഗ്രഹങ്ങൾ എന്തായി ചെയ്യുന്നു? ക്രോധമായത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതിനപ്പുറമായിട്ട് നമ്മൾ പരിശ്രമിച്ച് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അത് അതിനുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കും വേണം. തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ വരുമ്പോഴാണ് അത് ക്രോധത്തിലേക്കായിട്ട് വഴിമാറുന്നത്. അപ്പോൾ കാമമാണ് ശുദ്ധ ജീവാത്മാക്കൾ എന്താ പറഞ്ഞാൽ ഭൗതിക ലോകത്തിലേക്ക് വന്നു വരുന്ന ഓരോ ജീവാത്മാക്കളും ശുദ്ധരാണ്. അത് വെള്ളം പോലെ പരിശുദ്ധമായതാണ്. അതിൽ നിറം ചേർക്കുമ്പോഴാണ് അല്ലെ, വെള്ളത്തിൽ നിറം ചേർക്കുമ്പോഴാണ് അത് ഫുള്ളെ വെള്ളമായി കളറായി മാറുന്നത്, അല്ലെങ്കിൽ അതിൽ നിറം പകരുന്നത്. ആ വെള്ളത്തിനെ വീണ്ടും ആ നിറം കലർന്ന വെള്ളത്തിനെ വീണ്ടും ശുദ്ധീകരിക്കണമെങ്കിൽ കൂടുതൽ അതിൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് അതിന്റെ കളർ മാറി വരും. അതുപോലെ തന്നെയാണ് ശുദ്ധ ജീവാത്മാക്കളെ ശുദ്ധീകരിക്കണമെങ്കിൽ അതിലെ ഭൗതികതാ മാലിന്യം മാറണമെങ്കിൽ കൂടുതൽ സ്വാത്വികമായ അല്ലെങ്കിൽ നൈർമല്യമായ നിർമ്മലത്വമുള്ള ഗുണങ്ങളെ ആ മനസ്സിലേക്ക് കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആ ആത്മാവിലേക്ക് കയറ്റി കൊടുക്കുമ്പോഴാണ് അത് പ്യുവറായിട്ട് വരുള്ളൂ. അപ്പൊ ശുദ്ധജീവാത്മായി വന്നവർക്ക് ഭൗതിക ലോകത്തിൽ ഈ കാമകാല അതായത് ആഗ്രഹങ്ങൾ നിമിത്തം ഭൗതിക ലോകത്തിൽ വന്നുപെട്ട് ഇവിടെ ഇരിക്കുന്ന ഗുണങ്ങളിൽപ്പെട്ട് താൻ ചെയ്തു വയ്ക്കുന്ന പ്രവൃത്തികൾ കൂടി കിട്ടുന്ന ആഗ്രഹ സാഫല്യീകരണം നടക്കാതെ വരുമ്പോൾ ആ ക്രോധത്തിലേക്ക് ചെന്നുകൊണ്ട് അങ്ങനെ ഈ ഭൗതിക ലോകത്തിന്റെ ബന്ധനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഈ ജീവാത്മാക്കൾ. അതായത് ജീവാത്മാവിന്റെ ശത്രു എന്താണ്? കാമമാണ്. ആ കാമത്തിൽ കൂടി അങ്ങനെയാണ് ജീവാത്മാവിന്റെ ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ ഈ കാമം കാരണം അതിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവിടെ ജീവാത്മാവിന് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ജീവാത്മാവിന്റെ ശത്രു ഡിസയറാണ്, കാമമാണ് എന്ന് നമുക്കിവിടെ ബോധ്യമാണ്. ഈ 3 ഗുണങ്ങളും ചിലപ്പോൾ ക്രോധവുമായും സദൃശ്യങ്ങളായ മറ്റു വികാരങ്ങളെയും പ്രത്യക്ഷിക്കാം. എല്ലാവരുടെ ഇതിലും ഉണ്ട് 3 ഗുണങ്ങളുണ്ട്. ഏതാണോ പ്രൊമോട്ട് ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നത് അതനുസരിച്ചിരിക്കും അവരുടെ രീതികളും പ്രവർത്തികളും. തമോ ഗുണത്തിന്റെ വേറെ രൂപമാണ് ക്രോധം. ഈ കാമത്തിൽ നിന്നും ക്രോധത്തിലേക്ക് ഭവിക്കുമ്പോൾ രജോഗുണത്തിൽ നിന്നും നമ്മൾ തമോ ഗുണത്തിലേക്ക് വീണു പോകണം. അപ്പോൾ ഉന്നതിയിലേക്കല്ല പോകണത്, കീഴ്പ്പെട്ടേക്ക് തന്നെ വരുന്നത്. ഈ രജോഗുണം ത്തിലിരുന്നാലും നമുക്ക് ശാസ്ത്രമായിട്ട് സമ്പർക്കം ചെയ്യാൻ സാധിക്കും. പക്ഷെ തന്റെ ആഗ്രഹപൂർത്തീകരണത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് കീഴ്പ്പെട്ട് ക്രോധം വരുമ്പോൾ അവർ പിന്നെ തമോ ഗുണത്തിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. രജോഗുണത്തിൽ നിന്നും തമോ ഗുണത്തിലേക്ക് വീഴാതെ നാം നിർദ്ദിഷ്ട കർമാനുഷ്ഠാനങ്ങളുടെ സത്വഗുണത്തിലേക്ക് വീഴാം. എന്താണ് നിർദ്ദിഷ്ട കർമ്മങ്ങള്? വൈദിക നിർദ്ദേശം അനുസരിച്ച് വർണ്ണാശ്രമ ധർമ്മം പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് ധർമാനുഷ്ഠമായ കർമ്മം ചെയ്ത് നമ്മൾക്ക് സാത്വിക തലത്തിലേക്ക് ഉയരണം. ആ ഉയരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മളെന്താ ഈ തമോ ഗുണത്തിന്റെ ഗർത്തത്തിലേക്ക് തന്നെ നമ്മൾ വീണു പോകും. അങ്ങനെയായാൽ ആത്മീയ ശക്തിയിലൂടെ അങ്ങനെ നമ്മൾ ആ സത്വഗുണത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുകയാണെങ്കിൽ തമോ ഗുണത്തിൽ വീഴാതെ വർണ്ണാശ്രമ പ്രകാരമുള്ള അല്ലെങ്കിൽ വൈദിക സാഹിത്യപ്രകാരമുള്ള നമ്മുടെ നിബന്ധനകൾ പാലിച്ച് നമ്മുടെ ജീവിതചര്യ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ പതിയെ നമുക്ക് ആത്മീയ ശക്തിയിലൂടെ ക്രോധത്താൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. അപ്പോൾ ക്രോധം കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ഭൗതിക ഈ ജീവിത പ്രശ്നങ്ങളെ നേരിടണമെങ്കിൽ ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ സ്വാത്വിക ഭാവത്തിലൂടെ വന്ന് ആ സാത്വിക ഗുണത്തിലേക്ക് ഉയർന്ന് അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ഭഗവാൻ എങ്ങനെയാ? ഭഗവാൻ വർദ്ധിച്ചു വരുന്ന ആനന്ദം ആത്മീയമായ ആനന്ദത്തിനായി അനേകം രൂപ ഭഗവാൻ ഇങ്ങനെ വളരെ എന്താ പറയാ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ അനേകം വിസ്തരണങ്ങളിൽ കൂടി ഇങ്ങനെ വിസ്തരിക്കും. അങ്ങനെയുള്ള ഒരു വിസ്തരണം ആത്മീയ ബുദ്ധിയുടെ വിസ്തരണമാണ് ജീവാത്മാക്കൾ. ഭഗവാന്റെ ഒരു വിസ്തരണമാണല്ലോ, അതിന്റെ അംശമാണ് നമ്മൾ. അപ്പൊ ആ ജീവാത്മാക്കൾ തനിക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ തന്നെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് ദുർവിനിയോഗം ചെയ്യാണ്. ആ ദുർവിനിയോഗം പെടുത്തിയിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ വക ബദ്ധമായ അവസ്ഥയിലേക്ക് എന്നപ്പെടുന്നത്. അത് ദുർവിനിയോഗം ചെയ്തിട്ട് ഭഗവാനെ സേവിക്കാതെ സ്വയം തൻ്റെ ഇന്ദ്രിയങ്ങളെ സേവിച്ച് ഈ തൻ്റെ ഇന്ദ്രിയ സുഖത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവാത്മാ കാമത്തിന് വിധേയരാകുന്നു. അപ്പോൾ ഭൗതിക ലോകത്തിൽ ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ലോകത്തിന് അടക്കി ഭരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കൈയടക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് വരുന്നു. അങ്ങനെ നമ്മൾ ബദ്ധാവസ്ഥയിൽ വരുന്നു. ഭഗവാൻ ഈ കാമപ്രവണതയെ സഫലമാക്കി തീർക്കാൻ ഭൗതിക ലോകം ഈ നമുക്ക് സൃഷ്ടിച്ചു തന്ന ഈ ഭൗതിക ലോകം തനിക്കുള്ള ഈ സ്വാതന്ത്ര്യം തന്നുണ്ട്, കുറച്ച് സ്വാതന്ത്ര്യം തന്നുണ്ട്. നമുക്കുള്ള ഈ കാമവാസനയെ അത് ഇവിടെ ഫലവത്താക്കി എടുത്തോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ എന്നുള്ള ചെറിയൊരു ഇത് തന്നിട്ടുണ്ട്, നമുക്കൊരു അനുവാദം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അങ്ങനെ കാമമായ ആഗ്രഹ പൂർത്തീകരണത്തിനായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ച് അവസാനം നമുക്ക് ഇച്ഛാഭംഗം വരും.
ആ അവസ്ഥയെ നമ്മൾ മതിയായ ഒരു രൂപത്തിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ ജീവാത്മാക്കൾ അവരുടെ മൂലസ്വരൂപത്തെ അപ്പോൾ ഓർക്കാൻ തുടങ്ങും. അങ്ങനെ ആ മൂലസ്വരൂപം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോ ഓരോരുത്തരും എന്താ പറയാ, ഇപ്പൊ നമ്മൾ തന്നെ ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭക്തിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട സമയമായപ്പോൾ വന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ചില ആൾക്കാരുണ്ട് ഇതിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന അന്തർമുഖമായിട്ടിരിക്കാതെ ബഹിർമുഖമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിന്റെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് എത്തേണ്ട സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ആ വഴി അവർക്ക് കാട്ടിക്കൊടുക്കും. ഭഗവാനെ ശരണം പ്രാപിക്കാതെ, ഭഗവാനെ ഇങ്ങനെ സറണ്ടർ ആവാതെ, ഭഗവാനിലേക്ക് എത്താതെ ഒരു ജീവാത്മാവിനും ഈ ഭൗതിക ലോകം തൊട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ദൃഷ്ടാന്ത തെളിവാണത്. കാരണം ഭഗവാനെ മനസ്സിലാക്കാതെ ഒരു ജീവാത്മാവിനും ഈ ഭൗതിക ലോകം വിട്ടു പോകാൻ പറ്റില്ല. ഭഗവാൻ തന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരണം ചെയ്ത് അവസാനം നമ്മൾ തീർച്ചയായിട്ടും ആ ഭഗവാനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഏതൊരു ജീവാത്മാവും ഈ ഭൗതിക ലോകം വിട്ടു പോകുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു തുടക്കം ഇങ്ങനെ സത്സംഗങ്ങളിൽ കൂടി ഇങ്ങനെ നമുക്ക് അത് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഭഗവാനെ അടുത്തേക്ക് പോകേണ്ട ഘട്ടങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഇങ്ങനെയുള്ള ഭഗവത്ഗീത ക്ലാസ്സിലൊക്കെ സംബന്ധിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് അവർക്ക് ഈ തലത്തിൽ ഇത് പഠിക്കാനും ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം എന്നുള്ള ബുക്കം കൈത്തൊടാൻ തന്നെ സാധിക്കുന്നത് ആ ഭഗവാന്റെ വിളിയുടെ ഒരു തുടക്കം, ആ തുടക്കം ആയിട്ടുണ്ട്. നമ്മളെ വിളിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കണം. നമ്മളെ ഭഗവാൻ മനസ്സിലാക്കാൻ വെച്ചാൽ ഭഗവാനിലേക്ക് എത്തേണ്ട സമയമാകുന്നതിന്റെ ഏറ്റവും ചെറിയൊരു അംശത്തിന്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പഠിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോ അധാതോ ബ്രഹ്മ ജിജ്ഞാസ, ഈ അന്വേഷണമാണ്, ഈ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഈ അന്വേഷണമാണ് വേദാന്ത സൂത്രത്തിന്റെ തുടക്കം. അപ്പൊ നമ്മൾ ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 3 നരക കവാടത്തിൽ നിന്നും രക്ഷ നേടാൻ പരമപുരുഷനെ കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ ഈ 3 ദുരിതം എന്താ പറയാ, കാമക്രോധ ലോഭത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഭഗവാനെ കുറിച്ച് അന്വേഷിക്കുക, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ശ്രീമദ് ഭാഗവതത്തിൽ പറയുകയാണിത്. എല്ലാറ്റിന്റെയും ഉറവിടം പരബ്രഹ്മമാണ്, അതിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് കാമത്തിന്റെ ഉൽപ്പത്തിയും അതേ ഭഗവാൻ തന്നെ. കാമത്തെ പരമപുരുഷനോടും ഈ പ്രേമമാക്കി മാറ്റിയാൽ കാമത്തിന്റെ ഉൽപ്പത്തി, കാമത്തിന്റെ തുടക്കം ഭഗവാൻ തന്നെ. സർവ്വചരാചരങ്ങളും സൃഷ്ടികർത്താവായ ഭഗവാൻ എല്ലാത്തിനെയും നിർമ്മിച്ച്, എല്ലാത്തിൽ നിന്നും ഭഗവാനിൽ നിന്ന് വന്നാണ്. അപ്പൊ ഈ കാമവും ഈ ആഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് വന്നതാണ്, അതിന് സംശയമില്ല. അതേ ഭഗവാൻ തന്നെ കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റിയാൽ മതി. അപ്പോൾ ആ കാമത്തെ എന്ത് ചെയ്യണം? ഭഗവാനിൽ നിന്ന് വന്നു. അപ്പൊ ആ കാമം ഭഗവാനോടുള്ള പ്രേമമാക്കി മാറ്റുക. അങ്ങനെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റിയാൽ കൃഷ്ണാബോധമാക്കി, അത് കൃഷ്ണാബോധത്തിലേക്ക് എത്തിച്ചേർന്നാൽ കാമവും ക്രോധവും ലോഭം എല്ലാം ആത്മീയവൽക്കരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭഗവാനിലേക്ക് സേവയാക്കി ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണല്ലോ. കാമമായാലും ക്രോധമായാലും മോഹമായാലും ലോഭമായാലും എന്ത് തന്നെയായാലും ഭഗവാന്റെ സൃഷ്ടിയാണ്. അത് ഭഗവാനിലേക്ക് തന്നെ സേവയായിട്ട് തിരിച്ചു വിട്ടാൽ മതി. അപ്പൊ എങ്ങനെയാണ് സേവയായിട്ട് തിരിച്ചു വിടുക? ഒരു ക്രോധം വന്നു, എങ്ങനെ സേവയായിട്ട് തിരിച്ചു വിടുക? ഹനുമാൻ ലങ്ക ചുട്ടു കത്തിച്ച പോലെ അല്ലെ. ഭഗവാൻ അവിടെ ഹനുമാൻ ചെന്നപ്പോ തന്റെ ഭഗവാന്റെ ശത്രു രാജ്യത്തിനെ ആള് പോയി ചുറ്റു ഭസ്മമാക്കി. അങ്ങനെ ആ ക്രോധം അവിടെ ശമിപ്പിച്ചു, ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ തന്നെയാണ് ജഗായമതായിമാരെ, നിത്യാനന്ദ പ്രഭുവിനെ ആക്രമിക്കാൻ വന്ന ജഗായമതായി എന്നുള്ള ആ അസുരന്മാര്, അവര് ദുഷ്ടാത്മാക്കൾ അവരെ ചൈതന്യ മഹാപ്രഭു തുരത്തി ഓടിച്ചതും അങ്ങനെ തന്നെയാണ്. അത് തന്നെ വെച്ചാൽ നമ്മൾക്ക് എവിടെയാണോ അതിൽ പൊരുതേണ്ടത്, ഭഗവാനെ അഗെയിൻസ്റ്റ് ആയി, അല്ലെങ്കിൽ തന്റെ വൈദിക സാഹിത്യങ്ങൾക്കോ ധാർമ്മികമായ കാര്യങ്ങൾക്കോ എതിരായി പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഭഗവാനെതിരായി പ്രവർത്തിക്കുന്നവരുടെ നമ്മുടെ ഈ ക്രോധം ഉപയോഗിക്കാം. അങ്ങനെ അത് ഉപയോഗിച്ച് ഭഗവാന്റെ സേവ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ക്രോധത്തെ ശത്രുക്കളുടെ നേരെ തിരിച്ച് ഭഗവാന്റെ ഭക്തനായി തീരാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഭഗവാന്റെ സംപ്രീതിക്ക് വേണ്ടി ശത്രുക്കളിൽ നിന്ന് ശത്രുക്കളിലേക്ക് ക്രോധത്തെ പ്രയോഗിക്കുവാനാണ് ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്നത് ഇത് തന്നെയാണ്. കാരണം നീ എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്തോ എന്നുവെച്ചാൽ അത് ശത്രുക്കളെ, നിന്റെ ക്രോധം മുഴുവൻ, നിന്റെ ദേഷ്യം മുഴുവൻ ആ ശത്രുക്കളിലേക്ക് ഏൽപ്പിച്ചോ. അത് എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് സേവയായിട്ട് തീരുമാനിച്ചാൽ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന പോലെ ചെയ്താൽ അതിന് തെറ്റില്ല എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. കാമവും ക്രോധവും കൃഷ്ണ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ അവ നമ്മുടെ മിത്രങ്ങളായിട്ട്, അത് നമ്മൾക്ക് നല്ലതായി തീരെ വഴിയുള്ളൂ, നമ്മൾക്ക് ഗുണം ചെയ്യും, അത് ഭഗവാന്റെ സേവയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി അപ്പൊ അങ്ങനെ ഈ 3 കാര്യങ്ങൾ, കാമം ക്രോധം ലോഭം എന്നുള്ളവയെ ഭഗവാന്റെ സേവയ്ക്കായിട്ട്, ഭഗവത് സേവയായിട്ട് നമ്മൾ നിരൂപിച്ചാൽ, അങ്ങനെ സേവനം ചെയ്ത് ആസുരിക സ്വഭാവങ്ങളെ നമ്മൾ
അതിൽ നിന്നും ഈ കാമക്രോധങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ഭഗവത് സേവ ചെയ്യാൻ ശ്രമിച്ചാലേ നമുക്ക് ആ താന്ന അധോഗതിയിൽ നിന്ന് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും വീണ്ടും താഴ്ന്ന തലത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ഇനി ഏതേ വിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ഥിതിർനര ആചരദ്യ ആത്മനാ ശ്രേയസ് തതോ യാതി പരാംഗതി. ഈ 3 നരകദ്വാരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപദത്തിലെത്തും. അപ്പോ ഈ 3 കാര്യങ്ങളും, ഈ ഗുണങ്ങളിൽപ്പെട്ട ഈ 3 കാര്യങ്ങളും, കാമം, ക്രോധം, ലോഭത്തിൽ നിന്നും രക്ഷ കിട്ടിയാൽ എന്ത് ചെയ്യാ? അതിൽ നിന്ന് നമുക്ക് വിമുക്തമായാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ കാമക്രോധ ലോഭങ്ങളിൽ നിന്ന് എത്ര ഒഴിഞ്ഞു നിൽക്കുന്നുവോ അത്രത്തോളം അയാളുടെ ജീവിതം പരിശുദ്ധമാകും. അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ഉള്ളിലെ ആ പരിശുദ്ധി അല്ലെങ്കിൽ ആ സ്വാത്വിക ഭാവം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്യൂരിഫിക്കേഷൻ കിട്ടുമ്പോൾ അത് നല്ലൊരു തലത്തിലേക്ക് നമുക്ക് ആധ്യാത്മികയിലേക്ക് ഉയരാൻ അത് കാരണമാകും. വൈദിക സാഹിത്യങ്ങൾ പറയുന്ന നിയമനിബന്ധനകളെ അയാൾക്ക് അനുസരിക്കുക. അപ്പോൾ അപ്പോഴാണ് നമുക്ക് വൈദിക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ പഠിക്കുക, അല്ലെങ്കിൽ രാമായണം ഭഗവത്ഗീത ഗ്രന്ഥങ്ങൾ, നമ്മുടെ ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും പഠിക്കാനുള്ള ഒരു ആഗ്രഹം വരുന്നത് എങ്ങനെയാണ്? ഈ ഉള്ളിലുള്ള ഈ കാമക്രോധ ലോഭം, ഈ വക ഗുണങ്ങളിൽപ്പെട്ട എന്താ പറയാ തമോ ഗുണ രജോഗുണത്തിൽപ്പെട്ട ഈ ചിന്തകളെയെല്ലാം അല്ലെങ്കിൽ ഈ വികാരങ്ങളെയെല്ലാം മാറ്റി നിർത്തിയാലും നമുക്ക് ആ വൈദിക സാഹിത്യം എന്താണെന്നും അതിനെക്കുറിച്ച് അതെന്താണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും കേൾക്കാനുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തില് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരത് പുച്ഛിച്ചു തള്ളും, അല്ലെങ്കിൽ അവരത് വിലയില്ല എന്ന് എടുക്കുള്ളൂ. അവർക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ ഈ വികാരങ്ങളാണ് കൂടിയിരിക്കുന്നത്. അത് മാറാതെ അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ളതില്ല. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പതിയെ പതിയെ ഓരോ വൈദിക സാഹിത്യങ്ങൾ പറയുന്ന നിയമനിബന്ധനകളെ അനുസരിക്കാൻ സാധിക്കും, അനുസരിക്കാൻ കഴിയും. അതിൽ നമുക്ക് മനസ്സിരുത്താൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഒരു കുളിർമ, ഇത് കേൾക്കാൻ ഒരു ഇമ്പം, ഒരു ആഗ്രഹം ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ വക വികാരങ്ങളെ മാറ്റി നിർത്തുമ്പോഴാണ്. മനുഷ്യജീവിത നിയന്ത്രണത്തിലുള്ള ഈ പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ക്രമേണ ആധ്യാത്മികത ഉന്നതിയിലേക്ക് ഉയരാം. ഈ വൈദിക സാഹിത്യങ്ങളിൽ പറയുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് വേണ്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൂടുതലും ഭഗവാന്റെ കാര്യങ്ങളും പിന്നെ ഒരു ജീവാത്മാവ് എങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരണം, എങ്ങനെ തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് എത്തിച്ചേരണം, എങ്ങനെ പ്രവർത്തിക്കണം, ധർമ്മമായുള്ള കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നെല്ലാം ആ സാഹിത്യത്തിൽ എഴുതി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്താൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ, ആ നിബന്ധനകൾ അനുസരിക്കുകയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിനുള്ള ആധ്യാത്മ ഉന്നതിയിലേക്ക് ഉയരും. ഇങ്ങനെ കൃഷ്ണാവബോധം വരെ എത്താം. അപ്പൊ അങ്ങനെ പടിപടിയായിട്ട് അല്ലെ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഓരോരോ ഗ്രന്ഥങ്ങളിൽ നിന്നും ഓരോ ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് ഈ ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കി പടിപടിയായി നമ്മൾ പോകുമ്പോൾ അങ്ങനെ കൃഷ്ണാബോധം വരെ എത്താൻ നമുക്ക് സാധിക്കും. കൃഷ്ണൻ അവബോധം എന്ന് പറയുന്നത് കൃഷ്ണനാണ് സുപ്രീം കോടതി എന്നുള്ള തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഭാഗ്യമുണ്ടായതിന് വിജയം സുനിശ്ചിതം. എന്താണ് വിജയം സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മസത്തയെ മനസ്സിലാക്കുക, ഭഗവാനെ മനസ്സിലാക്കുക, പരമധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ആ വഴി മനസ്സിലാക്കിയാൽ അവൻ വിജയിച്ചു എന്നുള്ളത്, ആ ആത്മാവ് വിജയിച്ചു, ആ ജീവൻ വിജയിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഭൗതികത്തിൽ പെട്ട് ബന്ധാവസ്ഥയിൽ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വിജയം അങ്ങനെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ആത്മാവും ഭഗവാന്റെ ചൈതന്യമാണെന്നും അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അംശമാണെന്നും ഞാൻ ഭഗവാനിലേക്ക് തിരിച്ചു പോകേണ്ടതെന്നുള്ള വിവരങ്ങളെല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ കൂടിയും ഗുരുക്കന്മാരിലും കൂടി മനസ്സിലാക്കുമ്പോൾ തിരിച്ച് ആ ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഘട്ടം എത്തിയാൽ ആ ആത്മാവിന്റെ വിജയമാണ്, അത് സുനിശ്ചിതമായി. മനുഷ്യനെ വിശുദ്ധിയുടെ തലത്തിലേക്ക് എത്തിക്കാനാണ് വൈദിക സാഹിത്യങ്ങൾ കർമ്മത്തിന്റെയും പ്രതികരണത്തിന്റെയും വഴി നിർദ്ദേശിച്ചത്. വൈദിക സാഹിത്യത്തിലെ ഇതൊക്കെ പറയേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ, വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ പറഞ്ഞത് കർമ്മം എങ്ങനെ ചെയ്യണം, ഏതെല്ലാം തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്, അത് ധാർമ്മികമായിട്ട് ചെയ്യേണ്ടതാണ്. അതിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, എന്തെല്ലാം കർമ്മം ചെയ്യുമ്പോൾ നല്ലതായാലും പൊട്ടിയായാലും അതൊക്കെ ഏതെല്ലാം തരത്തിലുണ്ട്, ഇതൊക്കെ വഴി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വൈദിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ചെയ്താൽ നമുക്ക് ആ അധ്യാത്മ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. കാമക്രോധ ലോപങ്ങളെ ഉപേക്ഷിക്കലത്ത് ഈ പദ്ധതിന്റെ മുഖ്യ അടിസ്ഥാനം. അപ്പോൾ ഇത് പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വൈദിക ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് നമ്മൾ എല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ വികാരങ്ങളെ, ഗുണത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ലക്ഷ്യം. അത് നിയന്ത്രിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ ആ പ്രകാശം, ആ ഉള്ളിലുള്ള പ്രകാശം തെളിയാൻ തുടങ്ങും. തെളിയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ആ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും മുമ്പ് ഉള്ളിലുള്ള ഈ വികാരങ്ങളെ നിർമൂലനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ഈ പദ്ധതി അതിനു വേണ്ടിയിട്ട് ആവിഷ്കരിച്ചതാണ്. ഈ പ്രക്രിയയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയാൽ, അതായത്
ഈ വൈദിക സാഹിത്യ പ്രകാരം പഠിച്ച് ചെയ്യുന്ന ഈ പ്രക്രിയ, അതായത് എങ്ങനെയാണോ നമ്മൾ ആ തലത്തിലേക്ക്, ആധ്യാത്മ തലത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ള പ്രക്രിയയെ കുറിച്ച് പൂർണ്ണമായി അറിവ് നേടിയാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരത്തിന്റെ ആ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും. ഭക്തിയുടെ സേവനം കൊണ്ട് പൂർണ്ണതയാകുന്നതാണ് ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഭക്തിയുടെ സേവനമാണ് അതിന്റെ ഏറ്റവും കാതലായ ഭാഗം. ഭക്തി ഭാഗം കൊണ്ട് മാത്രമേ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ഭക്തിയുടെ സേവനം ബദ്ധനായ ജീവന്റെ മോചനം ഉറപ്പ്. അപ്പൊ ഭക്തിയുടെ സേവനത്തിൽ കൂടി ഈ ബദ്ധാത്മാവിന്റെ മോചനം അങ്ങനെയാണ് ഇതാവുള്ളൂ. അല്ലാണ്ട് പല യോഗമുറകളും അല്ലെങ്കിൽ സാഖ്യയോഗം, അഷ്ടാംഗയോഗം, കർമ്മയോഗം, പല യോഗങ്ങൾ ചെയ്താലും കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഭക്തിയോഗം ഇല്ലാതെ നമുക്ക് സാധിക്കില്ല. ഭക്തിയോഗത്തിൽ കൂടി മാത്രമേ ബദ്ധജീവന് മോചനം കിട്ടുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വൈദിക മതപ്രകാരം ജീവിതത്തിലെ 4 ആശ്രമചര്യകളും ചാതുർവർണ്ണ വ്യവസ്ഥയും നിലവിൽ വന്നത്. അപ്പോ ഭഗവാന്റെ തന്നെയാണ് ഈ ഇത് ചാതുർവർണ്ണം, മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ എന്ന് ഭഗവാൻ അതില് 4-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വന്നത് ഈ ഒരു ഇതിനാണ്. എങ്ങനെ? അപ്പൊ ഓരോ വർണ്ണത്തിനും അതനുസരിച്ചുള്ള അവരുടെ എന്താ പറയാ തൊഴിലുകളും മേഖലകളും എന്തെല്ലാമാണെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിലും പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഈ വർണ്ണാശ്രമം പ്രകാരം വേർതിരിച്ചു വെച്ചതാണ്. അപ്പൊ ഇതിൽ പറയുന്നത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ വ്യത്യസ്ത നിബന്ധനകൾ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന തരത്തിലുള്ള ജാതി വ്യവസ്ഥയുടെ കാര്യമില്ല പറഞ്ഞേ. അത് ഗുണത്തിനും കർമ്മത്തിനും അടിസ്ഥാനമായിട്ടുള്ള ഒരു എന്താ പറയാ ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എന്നുള്ള തലത്തിലാണ് ഇവിടെ ജാതി വിഭാഗം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ ഭൗതിക ലോകത്തിൽ കാണുന്ന ജാതികളെ പറ്റിയിട്ടല്ല പറയുന്നത്. ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ബ്രഹ്മം അറിഞ്ഞാലും, പിന്നെ ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ എന്താ രജോ ഗുണ തമോ ഗുണത്തിൽപ്പെട്ട ഒരു വൈശ്യൻ, അവരൊക്കെ ആ തരത്തിലുള്ള രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. ജാതി വിഭാഗം എന്ന് പറയുന്നത് അത് ആ ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള ആശ്രമങ്ങളും, പിന്നെ ഈ എന്താ പറയാ വർണ്ണം എന്താണ് ക്ഷത്രിയ, ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ, അവര് അങ്ങനെ പറയാം. ഇതൊക്കെ ആ ഗുണങ്ങളിലെയും കർമ്മങ്ങളിലെയും അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത്. അത് ഭഗവാൻ തന്നെ വേർതിരിച്ചതാണെങ്കിലും ഭഗവാൻ പറഞ്ഞു ഞാനല്ല അതിന്റെ കർത്താവ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ അതൊക്കെ ഈ സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ വ്യത്യസ്ത നിബന്ധനകളുണ്ട്. അതിനൊക്കെ ഓരോരുത്തർക്ക് ഓരോ കാറ്റഗറിയായി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന പോലെ ചെയ്താൽ ഇന്നത് ചെയ്യാം. അപ്പോൾ അത് അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി അവർ തന്നെ ചെയ്യാം. മറ്റുള്ളവരുടെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് തന്റെ തന്നെ കർമ്മ ഇത് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളും അല്ലെങ്കിൽ ആ കർമ്മങ്ങളും ചെയ്യാനാണ് ഏറ്റവും ശ്രേയസ്സമായത്. അങ്ങനെ ജീവിക്കുന്നവർ സ്വാഭാവികമായി ആധ്യാത്മ സാക്ഷാത്കാരത്തിന്റെ ഉത്കൃഷ്ട തലത്തിലേക്ക് ഉയർത്തപ്പെടും. അങ്ങനെ ജീവിച്ചാൽ വർണ്ണാശ്രമ ധർമ്മപ്രകാരവും വൈദിക ധർമ്മപ്രകാരവും ധർമ്മയുക്തമായ കർമ്മം ചെയ്തിട്ടുമൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആധ്യാത്മ സാക്ഷാത്കാരത്തിന്റെ ഉത്കൃഷ്ട തലത്തിലേക്ക്, ഭഗവാന്റെ ആ ഉത്കൃഷ്ട തലത്തിലേക്ക് ആ സൂപ്പർ സോളായ ഭഗവാനിലേക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അവർ മുക്തരാകുമെന്നതിൽ സംശയമില്ല. അങ്ങനെയുള്ള ജീവാത്മാക്കൾക്ക് മുക്തി ലഭിക്കും. അല്ലാതെ സമ്മിശ്രമായ ഈ ഗുണങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതികതയിൽ പെട്ട് ഇന്ദ്രിയ സുഖത്തിന് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് സാധ്യമാവില്ല. അങ്ങനെ സാധ്യമല്ല. ഇങ്ങനെ ഭഗവാനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തിലെ ചെയ്യുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ധർമ്മയുക്തമായ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും ഈ രാക്ഷസ ഭാവത്തിൽ നിന്ന്, ആസുരിക ഭാവത്തിൽ നിന്ന് ഉയർന്ന് ആധ്യാത്മിക തലത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ പ്രകാരം ജീവിക്കുന്നവർ സ്വാഭാവികമായി ആധ്യാത്മ സാക്ഷാത്കാരത്തിൽ ഉത്കൃഷ്ട തലത്തിലേക്ക് ഉയർത്തപ്പെടും. ഇവർ മുക്തരാകുമെന്നതിന് സംശയമില്ല. അങ്ങനെ എല്ലാവർക്കും തന്റെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ വികാരങ്ങളെ അല്ലെങ്കിൽ ആസുരി ഭാവത്തെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉച്ചരിച്ച് എല്ലാവരും ഭൗതികതയിൽ നിന്ന് മോചനം കിട്ടാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. മലയാളത്തായിരുന്നു. ഹരേ കൃഷ്ണ. Hare Krishna. Hare Krishna.
ഹരേ കൃഷ്ണ. അവിടെ 20ാം ശ്ലോകത്തില് പർപ്പറ്റിലെ ശീല പ്രവാദം പറയുന്നുണ്ട്, ഈ അസുരവർഗത്തിനോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവ്വദയാലുവാണെന്ന് കരുതാമെന്ന വാദം ഇവിടെ സംഗതമാണ്. അപ്പൊ അതിന് വേദാന്ത സൂത്രത്തിൽ അതിന് ഉത്തരം കാണാം എന്ന് പറയുന്നുണ്ട്. അത് വേദാന്ത സൂത്രം 2.1.35 അതിലാണ് ബൽദേവ് ജാബേഷ് കോട്ട് ചെയ്യുന്നുണ്ട് പല ശ്ലോകങ്ങളിലായിട്ട്. ഫോർ എക്സാമ്പിൾ 4.14 നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ എന്ന ശ്ലോകത്തില് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വൈഷമ്യ നിർഗ്രഹ്യേ ന സാപക്ഷത്വാ തദാഹി ദർശ്യതി. ഭഗവാന് ആരോടും പക്ഷാഭേദവും ദേഷ്യവുമില്ല, ക്രൂരതയില്ല. ഒരു ജീവാത്മാവ് അനുഭവിക്കുന്ന സുഖവും ദുഃഖവും വേദനയും അനുഭവങ്ങളും അവരുടെ കർമ്മം കൊണ്ടുണ്ടായതാണ്, അല്ല ഭഗവാന്റെ തന്നിഷ്ടപ്രകാരം ഭഗവാൻ ഇഷ്ടപ്രകാരം വന്നു ചേരുന്നവരല്ല. തദാഹി ദർശയതി, അതാണ് സ്ക്രിപ്റ്റേഴ്സ് അത് തന്നെ പറയുന്നു. ദർശനം, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് വേദങ്ങൾ പറയുന്നുണ്ട്. വിഷ്ണു പുരാണത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേ ശ്ലോകത്തിൽ തന്നെ കൂട്ടിയുള്ള വിഷ്ണു പുരാണത്തിൽ നിമിത്രമാത്രം ഏവാസോ സൃജ്യാനം സർഗകർമ്മണി പ്രധാന കാരണഭൂത യദോവേ സൃജ്യശക്തയഃ. The Lord is only the efficient cause for creation of bodies for the jivas with mentality of men and devas. ഭഗവാൻ അത് ശരീരം ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. ദേവന്മാരുടെ അല്ലെങ്കിൽ അസുരന്മാരുടെ, ഗന്ധർവന്മാരുടെ, കിംപുരുഷന്മാരുടെ, പട്ടിപൂജ, നായ ഇവരുടെ ശരീരം ഉണ്ടാക്കി കൊടുക്കുന്ന ആള് ഭഗവാനാണ്. പക്ഷേ അതിൻ്റെ കാരണം, ഉണ്ടാവുന്ന കാരണം, the cause of variety in the mentalities of men and devas are the powers of their previous actions. ജന്മങ്ങളുടെ കർമ്മം അനുസരിച്ചിട്ടാണ് അവരുടെ കയ്യിൽ ഉണ്ടായത്. അത് ഭഗവാൻ അതിനുള്ള റിസൾട്ട് കൊടുക്കണമെന്ന് മാത്രമേ. അപ്പോൾ ഭഗവാനെ കുറ്റം പറയാൻ പറ്റില്ല. ആസുരസ്വഭാവ ആൾക്കാര് ഓരോ ജന്മം കൂടുന്തോറും ഭഗവാനായിട്ട് വിട്ടെത്തും തോറും അവരുടെ ആസുരസ്വഭാവം കൂടും. എത്രത്തോളം നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നു അത്രത്തോളം നമുക്ക് കാമക്രോധാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഭഗവാനെ വിട്ടുവിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ വിടുന്ന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം താഴോട്ട് വരുന്നു. ആദ്യം നമ്മൾ നായാട്ടുകാരൻ്റെ ഒരു ശരീരം നമുക്ക് കിട്ടും. അതിനുശേഷം താഴോട്ട് വന്നിട്ട് നായ, പൂച്ച, നായ, പിന്നെ പന്നി, ഇതിലേക്ക് താഴ്ന്നിട്ട് വരും. ഭഗവാൻ ഇവർ പേര് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് മാതിരി ക്ലാസ്സിൽ പറഞ്ഞു. 3-ാം അധ്യായത്തിൽ 32 കാമേശ പ്രദേശ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ പുറത്തു വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ തൻ്റെ സ്വപ്രയത്നം കൊണ്ട് നടക്കില്ല. അത് കാരണം ഞാൻ താഴോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എനിക്കൊരിക്കലും എൻ്റെ പ്രയത്നം കൊണ്ട് എൻ്റെ കാമക്രോധാദികൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാനതിൽ കൂടുതൽ ഇരിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ സേവകരെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർഷകരെ അല്ലെങ്കിൽ സോക്കോൾ നമ്മുടെ പ്രവാചകന്മാരെ അയക്കുന്ന അപ്പമാണ്. ഭാഗവതം 2.4.18 2.1 സ്കന്ധം 4-ാം അധ്യായം 18-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഹിരാദ ഊണാന്തർ പുളിന്ദ പുൽകഷ ആബീര ശുംഭ യവന കഷാദയ ഏ അന്യേച്ച പാപയത് അഭാഷയാശയ ശുദ്ധേന്തി തസ്മൈ പ്രഭവൈഷ്ണവേ നമഃ. അപ്പോൾ 9 ദിനം വർണ്ണാശ്രമത്തിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. വർണ്ണാശ്രമം എന്നുള്ള സംസ്കാരമുള്ള ആൾക്കാരുടെയാണ്. അപ് ടു ശൂദ്ര വരെ ആ വർണ്ണാശ്രമം മാനിക്കുന്ന ആൾക്കാരാണ്. അതിന് പുറമേയുള്ള ആൾക്കാരെയാണ് നമ്മൾ കിരാതന്മാര്, പൂണ, ആന്ധ്ര, പുലിന്ദ, പുൽക്കഷ, ആഭീര, ശുംഭ, യവന, കസ, ഇങ്ങനെ 9 തരങ്ങള് താഴെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പാപയൂണികൾക്കെന്ന് വേറെ കുറച്ചാൾ അന്യച്ച പാപ യത് അവാശയാശയ, പാപത്തിനെ മുതൽ ആശ്രയിച്ച ആൾക്കാരെ ശുദ്ധേന്തി തസ്മൈ, അവരെ ശുദ്ധീകരിച്ച ആ പ്രഭ വൈഷ്ണവേ നമ. അങ്ങനെയുള്ള ആ ഡിവോട്ടീസ്, ഭഗവാന്റെ ഡിവോട്ടീസ് അവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഇത് ശക്തി തരിക ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ശിവദേവ് ഗോസ്വാമി പറയുകയാണെന്ന്.
അപ്പൊ അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യും. ഭഗവാൻ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ നേരിട്ട് ചെയ്യില്ല. അപ്പോ ഇങ്ങനെ ജീവാത്മാക്കൾ, അതിനാണ് ഈ പ്രചാരണത്തിന്റെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന്റെ, കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും മഹത്തായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാപയോനികളിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ ധാരാളം ഇന്നത്. അതുകൊണ്ട് ശില പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വെസ്റ്റേൺ കൺട്രീസിൽ പോകാനുള്ള കാരണം എന്നാണ്. അവിടെ അത്രയധികം മോശമായ ആൾക്കാരായിരുന്നു. അപ്പൊ അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ശില പ്രഭുപാദിനെ പോലത്തുള്ള പ്രീച്ചേഴ്സ്, അത് ഭഗവാന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശില പ്രഭുപാദ് ഇവരെല്ലാം പുറത്തു കൊണ്ടാണ്. അല്ലാണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് കാമക്രോധങ്ങൾ ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. അത് ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോ പട്ടി, നായ, പൂച്ച എന്നുള്ള വർഗങ്ങളിലേക്ക് അവർക്ക് എങ്ങനെ ബോധാവും? അവരെങ്ങനെ അവിടുന്ന് പൊന്തും? അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവിടേക്ക് വരും, മനുഷ്യജന്മത്തിൽ എത്തും. ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരും. അപ്പൊ ഇപ്പൊ നമുക്ക് കിരാത ഗുണം, ശിലപ്രഭു വനപ്രദേശങ്ങളിലിരിക്കുന്ന നായാട്ടുകാര്, അവരാണ് കിരാതന്മാരാണ്. കിരാതന്മാര് വരെയുള്ള ആൾക്കാര് ഈ പറഞ്ഞ 9 പേര് മനുഷ്യജന്മമുള്ള ആൾക്കാരാണ്, മനുഷ്യരാണ്. ആ ലെവലിൽ നിന്ന് ആ സമയത്ത് അവർ അറ്റ്ലീസ്റ്റ് ശിലാപ്രഭാനപ്പെട്ട ആൾക്കാരെ മാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവർക്ക് പുറത്തുവരാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, അവർക്ക് വീണ്ടും താഴോട്ട് തന്നെ വരാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോ 84 ലക്ഷം യൂണിറ്റ് കൂടെ പറഞ്ഞ ദിവസം വീണ്ടും മനുഷ്യർക്ക് വിട്ടത് സർക്കിൾ കഴിയുമ്പോൾ അപ്പോഴെങ്കിലും എന്താ സുബോധം വീണ്ടെടുത്ത് ഈ പറയുന്ന ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ഇത് ശിലപ്രഭാവം പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിവിടെ ഫിലോസഫിയാണ് നമ്മൾ സംസാരിക്കുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കാണ്ട് നമുക്ക് ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ദാർശനിക സ്വഭാവമില്ലാത്ത ഭക്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാമക്രോധാദികൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ക്ലിയർ മനസ്സിലാക്കാം. ഓരോന്നും അനലൈസ് ചെയ്യുമ്പോൾ 17 18 എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആ എത്രത്തോളം നമുക്കിത് നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലാതെ സ്പിരിച്വൽ ലൈഫ് എന്നുള്ള വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. വളരെ എത്രത്തോളം എത്രത്തോളം ഏറ്റവും ഗൗരവമായിട്ട് ആത്മീയ ജീവിതം കാണുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഇത് കൽമഷങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റും. അതിന് വേറെ വഴിയൊന്നുമില്ല. ഭഗവാനെ സ്തുതിക്കുന്നതിന് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ആ ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങൾ എത്രത്തോളം നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇത് പുറത്തുവരാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ മഹാത്മ്യം നമുക്കറിയില്ല, അത് ഗുരു പറഞ്ഞു തരണം. അപ്പൊ അതിന്റെ ഗുരുവിന്റെ പ്രസക്തി വീണ്ടും അവിടെ വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ